മൂന്നാമത്തെ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ ഏറ്റവും ആദ്യം പറഞ്ഞ ആ ഡിസ്ക്ലെയിമർ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. കാരണം ഈ പോയിന്റിന് കൃത്യമായ ആ ഡിസ്ക്ലെയിമർ ആവശ്യമാണ്. കുടുംബത്തിലെ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കുടുംബത്തിലെ കുടുംബത്തിൻ്റെ സ്വകാര്യതയാണ് വിഷയം. ഇന്ന് നമ്മുടെ യുവതലമുറയ്ക്കുള്ള ഏറ്റവും വലിയ പരാതി, ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ ഭാര്യയുമായി എൻ്റെ അപ്പനും അമ്മയും ജീവിക്കുന്ന കുടുംബത്തിൽ ജീവിക്കുക, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് സ്വകാര്യതയുണ്ട്. അവരുടെ ഒന്നാമത്തെ വിഷയം, ഞങ്ങളുടെ സ്വകാര്യതയിൽ, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ, ഞങ്ങളുടെ പിണക്കങ്ങളിൽ, ഞങ്ങളുടെ വഴക്കുകളിൽ ഞങ്ങളുടെ അനുവാദം കൂടാതെ, ഞങ്ങളുടെ ആഗ്രഹം കൂടാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ആ വിഷയം നിങ്ങളായിട്ട് വഷളാക്കുന്നതല്ലേ? ഇതാണ് ഇന്നത്തെ യുവതലമുറയിലെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അടുത്ത സംഭവം എന്താ ചോദിച്ചാൽ, അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സീനിയേഴ്സ് സംസാരിക്കുക, നിങ്ങൾക്ക് വിഷയമുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ എന്തിനാ വെറുതെ ഇരിക്കുന്നത്? കാരണം അത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നവർ ഞങ്ങൾ തന്നെയാണ്, സീനിയേഴ്സ് തന്നെയാണ്. കാരണം ഞങ്ങൾക്കൊരു അനുഭവ സമ്പത്തുണ്ട്. ഇന്നലെ തുടങ്ങിയ കുടുംബമല്ല ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ ജീവിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളും ജീവിച്ച് നിന്നെ കാണിച്ചതെന്നാണ്. ഞങ്ങളുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളെ തിരുത്താനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് സീനിയേഴ്സ് വാദിക്കുകയാണ്. അതുപോലെ തന്നെ 2 സബ് ടോപ്പിക്കും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സാമ്പത്തികമായിരിക്കുന്ന അച്ചടക്കമാണ്. കുടുംബജീവിതത്തിൽ നമ്മുടെ യുവതലമുറകൾ സമ്പാദ്യം കൂട്ടിവെക്കാതെ അതിങ്ങനെ ദൂർത്തടിച്ച് കാണിക്കുന്നത് കാണുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് സീനിയേഴ്സിൻ്റെ ചോദ്യം. അപ്പോൾ സീനിയേഴ്സിൻ്റെ ചോദ്യത്തിൽ നിന്ന് ജൂനിയേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രളയം വന്നാൽ തീരും, ഒരു കോവിഡ് വന്നാൽ തീരും. ഈ പൈസ എന്നുള്ളത് സമയത്ത് ചെലവഴിക്കേണ്ടതല്ലേ? ഇങ്ങനെ കൂട്ടി വെച്ചും സമ്പാദിച്ചും തക്ക സമയത്ത് മക്കൾക്ക് എഴുതി കൊടുക്കാതെയൊക്കെ ജീവിച്ച് അത് കഴിഞ്ഞ് തലമുറകൾ തമ്മിൽ തല്ലി ചാകുന്നത് കാണാൻ എന്തിനെങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നവരാരും പേഴ്സണലായിട്ട് ഇതിനെ എടുക്കരുത്. ഇവിടെ സംസാരിക്കുന്നവർ കേൾക്കുമ്പോൾ ഇത് അവൻ്റെ കുടുംബത്തിലെ വിഷയമാണെന്ന് ആരും ചിന്തിക്കരുത്. ഇത് മൊത്തത്തിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിഭാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ നമുക്കിപ്പോൾ നിർവചിക്കാം. എവിടെ നിന്ന് തുടങ്ങുന്നത്? ഇവിടെ നിന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങിയാരാ? അമിതയിൽ പറഞ്ഞു. ഓക്കെ, ടീച്ചർ പറയൂ. 2 സെക്ഷനുണ്ട് കേട്ടോ. ആദ്യത്തെ ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ യുവകുടുംബത്തിലെ പ്രശ്നങ്ങളിൽ മുതിർന്നവർ ഇടപെടേണ്ടതുണ്ടോ എന്നുള്ള വിഷയമാണ് ഇവർ ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ടീച്ചറൂടെ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ മറുപടി ഇവിടുന്ന് ലഭിച്ചതിന് ശേഷം സാമ്പത്തിക അച്ചടക്കത്തെ പറ്റി നമ്മൾ സംസാരിക്കും. ടീച്ചർക്ക് പറയാം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ടൈം ലിമിറ്റും ഉണ്ട്. യൂത്തിൻ്റെ പ്രശ്നങ്ങളിൽ മുതിർന്നവർ ഇടപെടേണ്ടതുണ്ടോ എന്ന വിഷയത്തിലാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ ചില പോയിന്റ്സ് ചർച്ചയ്ക്ക് വയ്ക്കട്ടെ. യൂത്തിന് മാത്രമായിട്ടൊരു നിലനിൽപ്പില്ല. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇവ 3ഉം ചേർന്നാലേ ജീവിതമുള്ളൂ. പാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലകൾ, സീനിയേഴ്സ്, അതാണ് ഫൗണ്ടേഷനായിട്ട് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഗ്ലോറീസിൽ, അതായത് നന്മകളിലും നേട്ടങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലും ചവിട്ടി വേണം പ്രസൻ്റായ ഇന്നിൻ്റെ യൂത്ത് സ്ട്രോങ് ഫുഡ് സ്റ്റെപ്സ് വയ്ക്കാൻ. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിന്, അതായത് നാളേക്ക് വേണ്ടതായ നല്ല ലക്ഷ്യത്തിലും നല്ല പ്രതീക്ഷയിലും ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ. അനുഭവം ഗുരു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അനുഭവത്തിന്, ഈ സീനിയേഴ്സിന് അനുഭവമാണുള്ളത്. അനുഭവം, വർഷങ്ങളുടെ അനുഭവമുള്ള സീനിയേഴ്സ് അവരുടെ അനുഭവത്തിൽ നിന്നാണ് ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നത്. അതനുസരിക്കാൻ യുവാക്കൾ തയ്യാറാകണം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ, അതായത് യൂത്തിൻ്റെ മക്കൾ എന്ന് എന്ന കാര്യത്തിലോ, എന്ത് പേരിടണം എന്ന കാര്യത്തിലോ, ഏത് സ്കൂളിൽ പഠിപ്പിക്കണം എന്നതിലോ ഇപ്പോഴത്തെ സീനിയേഴ്സ് മാതാപിതാക്കൾ ഇടപെടാറില്ല. എന്നാൽ മക്കൾക്ക് വേണ്ടി രുചികരമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിളമ്പാൻ കാത്തിരിക്കുമ്പോൾ ഒരുങ്ങി വന്നിട്ട് ഞങ്ങൾ പുറത്തു പോകുന്നു, ഭക്ഷണം വേണ്ട എന്ന് പറയുന്നതും,
ആവശ്യകത നോക്കാതെ, സാമ്പത്തികം നോക്കാതെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതും, വാങ്ങിയത് പാകമല്ലെങ്കിലോ ഡാമേജ് ആയാലോ ത്രോയവേ എന്ന് പറയുന്നതും, ഏതെങ്കിലും വീട്ടു സാധനങ്ങൾക്ക് അല്പം കേടുവന്നാൽ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാതെ ത്രോയവേ എന്ന് പറയുന്നതും, ആരോഗ്യകരമായ ഭക്ഷണക്രമങ്ങളിൽ താല്പര്യം കാണിക്കാതെ ഫാസ്റ്റ് ഫുഡിൽ ആശ്രയിക്കുന്നതിലും മറ്റുമാണ് സീനിയേഴ്സായ മാതാപിതാക്കൾ ഇടപെടുന്നത്. ക്രിസ്ത്യാനികളായ നമ്മൾ ബൈബിളിലെ സദൃശവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അധ്യായം 4:1 പറയുന്നു, മക്കളെ, പിതാവ് നിങ്ങൾക്ക് ഉപദേശിച്ച് പഠിപ്പിക്കുന്നത് കേട്ടനുസരിപ്പിൻ. 6:20-23 പറയുന്നത്, എൻ്റെ മകനെ, നിന്റെ പിതാവിൻ്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. ഉപദേശവും ശാസനകളും ജീവന്റെ മാർഗങ്ങളാകുന്നു. 13:1-2 പറയുന്നത്, ജ്ഞാനമുള്ള മകൻ പിതാവിൻ്റെ പ്രബോധനം അനുസരിക്കും, ശാസന സഹിക്കാത്ത മകൻ നശിക്കും. ശിക്ഷണം അംഗീകരിക്കുക. പിതാവിനെ കൊള്ളയിടുകയും മാതാവിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തുന്നു. 24 പറയുന്നത്, മകന് നേരെ വടി ഉപയോഗിക്കാത്തവൻ മകനെ വെറുക്കുന്നു, മകനെ സ്നേഹിക്കുന്നവനോ വേണ്ട കാലത്ത് അവനെ ശിക്ഷിച്ചു വളർത്തുന്നു. പൊതുവെ ഒരു പറച്ചിലുണ്ട്, ഇന്നത്തെ തലമുറയ്ക്ക് തലയുണ്ട്, മുറയില്ല, അറിവുണ്ട്, തിരിച്ചറിവില്ല, കരുത്തുണ്ട്, കരുതലില്ല, വിവരമുണ്ട്, വിവേകമില്ല എന്ന്. മാതാപിതാക്കളുടെ ഇടപെടലിൽ പ്രാർത്ഥനയോടെ ജീവിക്കുന്നവർ ഇക്കൂട്ടത്തിൽ വരില്ല. ക്രിസ്തുവിനെ അനുകരിക്കുന്ന യുവാക്കൾ ഒരിക്കലും വിദ്യയില്ലാത്ത വിദ്വാനോ ദൈവമില്ലാത്ത ഭക്തനോ അച്ഛനമ്മമാരില്ലാത്ത മക്കളോ ഗുരുവില്ലാത്ത ശിഷ്യനോ ആയിത്തീരുന്നില്ല. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന യുവതലമുറ കുടുംബത്തിലെ മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് ജീവിച്ചാൽ ഉന്നതി ഉണ്ടാകും. അത് മുതിർന്നവരുടെ ഇടപെടൽ എന്ന് വ്യാഖ്യാനിക്കാതെ ഇരുന്നാൽ മതി. സ്വകാര്യത എന്ന ഒരു നട്ഷെല്ലിൽ ഒതുങ്ങിപ്പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രായം ചെല്ലും തോറും നമ്മുടെ അഭിപ്രായങ്ങൾ മാറി വരാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു വിവാഹാലോചന വന്നാൽ 20 മുതൽ 23 വരെ പ്രായമുള്ളവർ പറയും, ഹൗ ഈസ് ഹി? ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഹൗ ഈസ് ഹി എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. 23 മുതൽ 26 വരെ ഉള്ളവർ ചിന്തിക്കുന്നത് വാട്ട് ഈസ് ഹി? എന്താണ് അവൻ? എന്താണ് ജോലി? അല്ലെങ്കിൽ എന്താണ് പാരമ്പര്യം? ഏതാണ് കുടുംബം? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കും 26 വയസ്സ് വരെ. എന്നാൽ അത് കഴിഞ്ഞിട്ടോ, വേർ ഈസ് ഹി? എവിടെയാണ്? ഒന്നും നോക്കാനില്ല, എന്നും നോക്കണ്ട, എവിടെ ആയാലും ഏതെങ്കിലും മതി എന്നുള്ള ചിന്താഗതി വരും. പക്ഷേ ഇതിൽ യുവാക്കളുടെ ചിന്താഗതിയെ നേർവഴിക്ക് നയിക്കാൻ മാതാപിതാക്കൾക്ക് നല്ല പങ്കുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന ചിന്ത തന്നെ ആ വീട്ടിൽ ഉണ്ടാകത്തില്ല. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ മക്കളുടെ ഓരോ ആവശ്യങ്ങളും വീട്ടിൽ ചർച്ച ചെയ്ത് അവർ നിർബന്ധം പിടിച്ചാൽ പോലും വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ വേണ്ട എന്ന് തീർത്തു പറയാനും അത് അവർ അനുസരിക്കാനും തയ്യാറായിട്ടുണ്ട്. ഇത്രയുമാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത് നല്ലത്? ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത് നല്ലതെന്ന് വല്ലതും പറയാൻ പറ്റുമോ? 23 മുതൽ 26 വരെയുള്ള പ്രായം, വാട്ട് ഈസ് ഹി എന്നുള്ള ആ ചിന്താഗതിയാണ്. ഞാൻ 24 കെട്ടിയതാണ്. നല്ലതാണ് നമ്മൾ ഈ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സ്വകാര്യത എന്ന് പറയുന്ന ആ ചെറിയ വാക്കിനാണ് ടീച്ചർ അവിടെ ഡെഫിനേഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ടീച്ചർ പറയുന്ന സ്വകാര്യത, മാതാപിതാക്കൾ കടന്നു കയറുന്നത് യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നതായ വ്യത്യാസങ്ങളോ അവരുടെ സാമ്പത്തികമായിരിക്കുന്ന ചെലവിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാൻ സീനിയേഴ്സിന് സാധിക്കില്ല എന്നുള്ളതാണ് അമ്മാമ്മ പറഞ്ഞു വെച്ചത്. പക്ഷെ അതൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പം കേൾക്കാം, പറയൂ. ആദ്യമേ ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പിനെയാണ് എന്നുള്ളത് അച്ഛനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അല്ല, യങ്സ്റ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിഞ്ഞ് അതും അങ്ങനെ ചിന്തിക്കണ്ട. അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ
അപ്പനും അമ്മയുണ്ട്, മകനും മകൻ്റെ ഭാര്യയുണ്ട്. അങ്ങനെ ജീവിക്കുന്ന പല കുടുംബമുണ്ടല്ലോ. ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, അപ്പൻ്റെ കൂടെ തന്നെ അമ്മയുടെ കൂടെ തന്നെ അവരുടെ മക്കളുടെ കുടുംബം ജീവിക്കുന്നത്. അങ്ങനെ 2 കുടുംബം ഒരു വീട്ടിൽ ജീവിക്കുന്നതിനെ പറ്റിയാണ് ഈ പറയുക. ഞാൻ ഇന്ന് കുറിച്ചുകൊണ്ട് വന്നത് ഒരു കവിതയാണ്. കുറച്ച് വരികളേ ഉള്ളൂ, ഒന്ന് വായിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല. ജീവിതത്തിന് അതിനോട് തന്നെയുള്ള അഭിനിവേശത്തിൻ്റെ പുത്രന്മാരും പുത്രിമാണുമാരവർ. നിങ്ങളിലൂടെയാണ് അവർ വന്നതെങ്കിലും നിങ്ങളിൽ നിന്നല്ല. നിങ്ങളോടൊപ്പമെങ്കിലും നിങ്ങളുടേതല്ല. നിങ്ങളുടെ സ്നേഹം അവർക്ക് നൽകാം, എന്നാൽ ചിന്തകൾ വേണ്ട. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അവരുടെ ശരീരങ്ങളെ നിങ്ങൾക്ക് വീടുകളിൽ അടച്ചിടാം, എന്നാൽ അവരുടെ ആത്മാവിനെ തളയ്ക്കാനാവില്ല. സ്വപ്നങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയാത്ത നാളെയുടെ ഭവനങ്ങളിലാണ് അവരുടെ ആത്മാവ് വസിക്കുന്നത്. അവരെ പോലെ ആകാൻ ശ്രമിക്കാം, എന്നാൽ അവരെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കണ്ട. എന്തെന്നാൽ ജീവിതം പിന്നോട്ടൊഴുകുന്നില്ല, ഇന്നലെയുമായി അത് കിന്നാരം പറയുന്നുമില്ല. നിങ്ങൾ വില്ലാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് കുട്ടികൾ. വില്ലിന് ഉറപ്പുണ്ടെങ്കിലേ അമ്പുകൾ ലക്ഷ്യം കാണൂ. അതിനാൽ ഉള്ളിൽ തട്ടി സന്തോഷത്തോടെ നിന്നു കൊടുക്കുക. ഇത് 1923 ഒരു ലെബനീസ് അമേരിക്കൻ സാഹിത്യകാരൻ ഖലീൽ ജിബ്രാൻ കുറിച്ച വരികളാണ്. അന്നുണ്ടായിരുന്ന ഒരു വിവേകം വളരെ ചെറിയ കാര്യങ്ങളിൽ. തെറ്റുകൾ സംഭവിക്കും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് മുതിർന്നവർ ഇടപെടാൻ മുതിരുന്നത് എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാ കാലത്തും നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടില്ലേ? 80 വയസ്സ് വരെ ഒരാൾ ജീവിച്ചു എന്ന് പറയുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടൊരു ഒറ്റ അർത്ഥമേ ഞാൻ കാണുന്നുള്ളൂ. 20 വയസ്സുള്ള ആളേക്കാൾ കൂടുതൽ തെറ്റുകൾ 80 വയസ്സുള്ള ആൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളിൽ നിന്നാണ് അവർക്ക് അറിവും അനുഭവം എന്ന് പറയുന്ന വാക്കിന്റെ മറുവശം തെറ്റുകളാണ്. ഒന്നുകിൽ എൻ്റെ തെറ്റുകൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റിനുമുള്ളവർ ചെയ്ത തെറ്റുകൾ, എൻ്റെ കൂടെ ജീവിച്ച സമൂഹം ചെയ്ത തെറ്റുകൾ. അതുമാത്രമേ അനുഭവങ്ങളുടെ അർത്ഥമുള്ളൂ. പക്ഷെ അവിടുന്ന് നമ്മൾ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ഞാൻ ചെയ്ത തെറ്റുകൾ നീ ചെയ്യരുത്. അതൊരു തരം ട്രോമയാണ്. കാര്യം എന്താ? അവരവർക്ക് അവരവരുടെ തെറ്റുകൾ സംഭവിക്കണം. അകലത്ത് നിന്ന് പറഞ്ഞു കൊടുക്കാനല്ലാതെ അവരുടെ ജീവിതത്തിനകത്ത് കയറി ഇടപെടുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി വീണിട്ടേ നടക്കാൻ പഠിക്കൂ. ഒരു പറവയായാലും ഒരു കിളിയായാലും അത് വീഴാതെയോ ഒരുപാട് പ്രാവശ്യം തെറ്റാതെയോ അടി തെറ്റാതെയോ അത് പറക്കാൻ പഠിക്കില്ല. അത് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ പറക്കാൻ പഠിക്കുകയുള്ളൂ. ഒരു കുട്ടി തന്നെത്താൻ ശ്രമിക്കാതെ ഒരുപാട് പ്രാവശ്യം വീഴാതെ മുട്ടുപൊട്ടാതെ ആ കുട്ടി നടക്കാൻ പഠിക്കില്ല. അഥവാ അതിന് എത്രത്തോളം കൂടുതൽ ആ കുട്ടിയെ സഹായിക്കുന്നോ അത്രത്തോളം കുട്ടി താമസിച്ചേ നടക്കൂ. അപ്പോൾ അവരവർക്ക് അവരവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. പിന്നെ തെറ്റുപറ്റി വീണ് കഴിഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ട് അമ്മാന്നും അപ്പാന്നും വിളിച്ച് ഒരു വരവുണ്ട്. ആ വരവിന് നിങ്ങൾ ഈ 2 കൈ നീട്ടി അങ്ങ് നിന്നു കൊടുത്താൽ മതി. കാരണം എന്താന്ന് പറയട്ടെ, എത്ര വളർന്നവരായാലും എത്ര ശാസ്ത്രത്തിൽ അടിത്തറ ഉള്ളവരാണെന്ന് പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരത് സമ്മതിക്കില്ലായിരിക്കും. കാര്യം ഞങ്ങൾക്ക് ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന നമുക്കൊരു സെൽഫ് എസ്റ്റീം ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എല്ലാ പ്രായത്തിലും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ ഒരു സെൽഫ് എസ്റ്റീം ആ കുട്ടിയെ അംഗീകരിക്കില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു കുട്ടി കരയുന്നുണ്ടാവും. ആ കുട്ടി എന്നും ആഗ്രഹിക്കുന്നുണ്ടാവും. ആകുലതകളുമായിട്ട് ഓടി വീട്ടിലേക്ക് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. കരച്ചിൽ വരുമ്പോൾ പണ്ട് കുട്ടിയായിരുന്ന പോലെ അപ്പച്ചൻ്റെ അമ്മയുടെ മടി കിടന്ന് കരയാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അവർ ഉറങ്ങിക്കഴിയുമ്പോൾ അവരുടെ തലയിൽ ഒരു തലോടലേൽക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് യങ്സ്റ്റേഴ്സിൻ്റെ കാര്യമാണ്, കുട്ടികളുടെ കാര്യമല്ല. പക്ഷേ ഏറ്റവും വലുതായിട്ട് അവർ അറിഞ്ഞിട്ടും അറിയാതെ ഭാവിക്കുന്ന ഒരു സംഗതിയുണ്ട്. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അപ്പൻ്റെ അമ്മയുടെ മടിത്തട്ടാണെന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. അവരത് അംഗീകരിക്കുകയും ചെയ്യും. അവരത് അംഗീകരിച്ച് ഒന്ന് തലചായ്ക്കാൻ വരുമ്പം അവരെ ഗുണദോഷിക്കാൻ നിൽക്കരുത്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. പച്ച മലയാളത്തിൽ പറഞ്ഞ ശവത്തി കുത്തരുതെന്ന്, അതാണ് ഈ പറഞ്ഞു വച്ചതിൻ്റെ അർത്ഥം അല്ലേ? ഇതിനകത്ത് വേറെ ഒരു സബ് ടോപ്പിക് കൂടി ഉണ്ട്. നമുക്ക് ആ ടോപ്പിക്കും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് കോമൺ ആയിട്ടൊന്ന് സംസാരിക്കാം. ആ സബ് ടോപ്പിക്കിൽ 2ാമത് വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ടീച്ചർ ഇതിന് തുടക്കം കുറിച്ചു. സമ്പാദ്യം കൂട്ടിവെക്കാനാണോ അത് സമയത്ത് പ്രയോജനപ്പെടുത്താനാണോ എന്നുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ സമ്പാദ്യത്തെ സാമ്പത്തിക അച്ചടക്കമായി കുടുംബജീവിതത്തിൽ
എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള സീനിയേഴ്സിൻ്റെ കാഴ്ചപ്പാടാണ് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറ് പങ്കുവയ്ക്കാൻ പോവുക. സാറ് സംസാരിക്കാം. താങ്ക് യു. ആദ്യമായിട്ട് ഈ ഇടവകയിലെ സിറിയൻ ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളെ ഉള്ള നന്ദി അറിയിക്കുകയാണ് ഈ അവസരം നൽകിയതിന്. ഈ സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് പ്രസക്തിയുള്ളൊരു, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ദയവായിട്ട് ഈ 5 മിനിറ്റ് എനിക്ക് സംസാരിക്കാനായിട്ട് അനുവദിക്കണം. സാമ്പത്തിക അച്ചടക്കം നേടുമ്പോഴാണ് നമുക്ക് സ്വയം അച്ചടക്കം ഉണ്ടാകുന്നത്. അത് പലപ്പോഴും യുവതലമുറയിൽ കാണുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം ഈ യുവതലമുറ എന്ന് ഞാനിവിടെ വിവക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ്. ദാറ്റ് മീൻസ് മില്ലേനിയൽസ്, 1985-നും 2000 ഇടയ്ക്ക് ജനിച്ചവരും, അതുപോലെ തന്നെ 1995 ശേഷം ജനിച്ചിട്ടുള്ള ഇസഡ് കാറ്റഗറിയും, ഈ 2 കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട, ദാറ്റ് മീൻസ് 40 വയസ്സ് വരെ 45 വയസ്സ് വരെ ഉള്ളവരെയും അതുകൂടാതെ ഇപ്പോൾ 28-29 വയസ്സ് വരെ ഉള്ളവരെയാണ് പ്രധാനമായിട്ടും ഞാൻ ഈ പറയുന്നതിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ അവിടെ അത് ക്ലിയർ ആയല്ലോ. ഈ ഇസഡ് കാറ്റഗറിയാണ് പ്രധാനമായിട്ടും നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത്. ഇസഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 28 വയസ്സ് വരെയുള്ള യുവാക്കൾ, യുവതികൾ. ഇവരിലെ നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് തലമുറകൾ സാഹസപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് യുവതലമുറ, ഇന്ന് നമ്മുടെ ഈ പറയുന്ന വ്യവസായവൽക്കരണത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെയൊക്കെ ഫലമായിട്ട് കൺസ്യൂമർ ലെവൽ വളരെ ധാരാളമായിട്ട് ഉയർന്നു. ഇപ്പോഴത്തെ തലമുറ ഒരുതരം ഉപഭോഗം കൺസ്യൂമറായിട്ടുള്ള ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ഏതാണ്ട് 50 ലക്ഷത്തോളം യുവജനങ്ങളുണ്ട്. ഈ 50 ലക്ഷത്തോളം യുവജനങ്ങളാണ് 43% വരുന്ന ഈ ആഡംബര വസ്തുക്കളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് $860 ബില്യൺ പ്രതിവർഷം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് യുവജനങ്ങൾ ചെലവഴിക്കുന്നത്. ഇത് 2035 ആകുമ്പോഴേക്കും 2 ട്രില്യൺ എന്ന് പറയുമ്പോൾ കോടാനുകോടി രൂപകളിലേക്ക് മാറും. ഇത്തരത്തിൽ നമ്മൾ യുവാക്കൾ നിയന്ത്രണമില്ലാതെ ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, ഫാഷന്, ഡ്രസ്സ് മുതലായവയുടെ പുറകെ പരക്കം പായുകയാണ്. നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ സാധിക്കും. പലപ്പോഴും അവർ ചെയ്യുന്നത് അവരുടെ കഴിവിനും അപ്പുറമായിട്ടാണ്. അതൊരു അന്തസ്സിൻ്റെയോ അതൊരു അഭിമാനത്തിൻ്റെയോ സമൂഹത്തിൽ ഒരു നിലനിൽപ്പിൻ്റെയോ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാകും പലപ്പോഴും തങ്ങളുടെ പരിധിയിൽ നിൽക്കാത്ത കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് ശ്രമിക്കുന്നത്. ഉയർന്ന ഇപ്പോൾ അവർ പലപ്പോഴും കൂട്ടുകാർക്കിടയിൽ തന്നെ, ഇപ്പം നമുക്കറിയാമല്ലോ ഇന്നത്തെ സമൂഹത്തിൽ ചെറുപ്പക്കാരുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ ബന്ധം സുഹൃത്തുക്കളോടാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. സുഹൃത്തുക്കൾക്കാണ് പ്രാധാന്യം. മാതാപിതാക്കളെക്കാൾ അല്ലെങ്കിൽ കുടുംബജനങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ചങ്കാണ് എന്നാണ് പറയുന്നത്, അല്ലെ എൻ്റെ ചങ്ക് ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കടക്കണിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വരുമാനത്തിൻ്റെ പലതരത്തിലുള്ള ഈ 100% നമുക്ക് വരുമാനം ഉള്ളതിൽ ഒരു 50% ചിലവാക്കുന്നു, 10-30% കടം വീട്ടുന്നതിന് ചിലവാക്കുന്നു, ഒരു 20% മിച്ചം വെച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പഴയ തലമുറ പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം ഇന്നത്തെ ജനറേഷനിൽ പല വീടുകളിൽ 1-2 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യലി ദേ ആർ സ്റ്റേബിൾ. പക്ഷേ ആ സമ്പത്ത് എങ്ങനെ ലഭിച്ചു, എങ്ങനെ പഴയ തലമുറ അത് അവർക്ക് നേടിക്കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ച് അവർ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ഇനി ഈ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ചെലവിടൽ സമ്പ്രദായങ്ങളും പുതിയ ബ്രാൻഡുകളുടെ, എനിക്കറിയാം പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന ഷൂ എന്നൊക്കെ പറഞ്ഞാൽ 8,000, 10,000, 12,000 രൂപയുടെ ഷൂ ഒക്കെയാണ്. വാച്ചുകൾ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ ചിലപ്പോൾ വില വരും. മൊബൈലുകൾ നമുക്കറിയാം 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വരെ ഐഫോണുകളും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മൊബൈലുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ അവർ ഇത്തരത്തിലുള്ള ബ്രാൻഡഡ് ആൻഡ് ട്രെൻഡ്സൊക്കെ ഉള്ള ഡ്രസ്സുകളിലേക്കും ഫാഷനിലേക്കും തിരിയുമ്പോൾ ധാരാളമായിട്ടും ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതിന് പലപ്പോഴും കുട്ടികളോടൊക്കെ ചോദിച്ചിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്കിപ്പോൾ ഷോപ്പിംഗ് മാളുണ്ട്, ഞങ്ങൾക്കിപ്പോൾ മൾട്ടിപ്ലക്സ് ഉണ്ട്, ഞങ്ങൾക്കിപ്പോൾ മാളുകളുണ്ട്, ഞങ്ങൾക്കിപ്പോൾ വലിയ വലിയ കഫ്റ്റീരിയകളുണ്ട്, നിങ്ങൾക്കതൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചെലവഴിക്കുന്നു. ഇതാണ് പലപ്പോഴും പറയുന്നത്. ഈ അവസരങ്ങൾ ഞങ്ങൾ മുതലാക്കുന്നു. ഇപ്പോൾ ഇനി
നമ്മളുടെ നമ്മുടെ ഈ യുവജനങ്ങളിൽ ഭാവിയിലേക്ക് സമ്പാദിച്ചു വെക്കണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. അപ്പോൾ ഉള്ളത് അടിപൊളിയായിട്ട് പോവുക എന്നുള്ള ഒരു രീതിയാണ് പലപ്പോഴും. ഞാൻ ജനറലായിട്ടാണ് ഇത് സംസാരിക്കുന്നത്, നോട്ട് ടു ദ പീപ്പിൾ ഇൻ ദിസ് പർട്ടിക്കുലർ പ്ലേസ് ഓർ ഇൻ കേരള ഓർ ഇൻ ഇന്ത്യ. പൊതുവായിട്ടുള്ള ഈ ലോകത്ത് കാണുന്ന ഒരു സംഭവ വികാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ലേറ്റസ്റ്റ് ഫോണും ലേറ്റസ്റ്റ് കാറും, ഒരു ഫോൺ ഉണ്ടെങ്കിൽ പുതിയതൊന്നും ഇറങ്ങിയാൽ ആ ദിവസം തന്നെ അത് വാങ്ങിക്കാനുള്ള വാഞ്ച കാണിക്കുന്ന, അതിന് ബഹളം വെക്കുന്ന തലമുറകൾ ഇപ്പോഴുണ്ട്. നമുക്ക് നമ്മുടെ വീടുകളിലും കാണാനുള്ള ആളുകളെ. ആഡംബര വസ്തുക്കൾ, ഇത്തരത്തിലുള്ള ഭ്രമം, ഇമോഷണൽ റെസ്പോൺസ് ടു സ്പെൻഡിങ് എന്നാണ് പറയുന്നത്. വൈകാരികമായ ആഗ്രഹങ്ങളാണ്. അതില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ചിലപ്പോൾ കുട്ടികൾ സൂയിസൈഡ് വരെ ചെയ്ത കുട്ടികളുണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ. ഇമോഷണൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സ്പെൻഡിങ്, അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. ശരിയായ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു വ്യക്തി വരുമാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ സേവ് ചെയ്ത് വെക്കും. യുവതലമുറയിൽ അത് കുറവായി കാണുന്നു. അതിനുള്ള ബോധവൽക്കരണം അവർക്ക് ആവശ്യമാണ്. മേ ബി ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫിനാൻഷ്യൽ ഇലിറ്ററസി ഓർ ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. സാമ്പത്തികമായ ആസൂത്രണം ചെയ്യാനുള്ള കഴിവുകേടുകളുണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഒന്നുകൂടെ എളുപ്പം പറഞ്ഞുകൊള്ളട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ, ഞാൻ ഈ ഭാവിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ ഒരു ശരാശരി പുരുഷൻ, ഇന്ത്യക്കാരൻ, ഒരു പുരുഷൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് സർവേ അനുസരിച്ച് 71 വയസ്സാണ്. ഒരു ശരാശരി സ്ത്രീയുടെ, ഇന്ത്യൻ വനിതയുടെ ആയുസ് എന്ന് പറയുന്നത് 74 വയസ്സാണ്. സ്ത്രീജനങ്ങൾ പുരുഷന്മാരെക്കാൾ 3 വർഷം കൂടെ അധികം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആയുസ് ദൈർഘ്യം ധാരാളം കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആ കാലഘട്ടത്തിൽ ആകസ്മികമായോ അടിയന്തരമായോ ഒരാവശ്യം വരുമ്പോൾ ഫണ്ടില്ല എന്ന് വരുന്ന ഒരവസ്ഥ പലപ്പോഴും കാണുന്നുണ്ട്. യുവജനങ്ങൾക്ക് അത് ആലോചിക്കുന്നില്ല. അവർ ബൈക്കിൻ്റെ പുറകെ പോകുന്നു, പുതിയ കാറിൻ്റെ പുറകെ പോകുന്നു, പുതിയ ഫോണുകളുടെ പുറകെ പോകുന്നു, പുതിയ ട്രെൻഡഡ് ബ്രാൻഡഡ് വസ്തുക്കളുടെ പുറകെ പോകുന്നു. അപ്പോൾ ഇത് ഒക്കെ ഒന്ന് പരിഹരിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പണവും സമ്പത്തും കൈകാര്യം ചെയ്യണം എന്നാണ് എനിക്ക് പറയുവാനുള്ളതെന്ന്. മറ്റൊന്ന്, ഇത് ബിബ്ലിക്കലായിട്ട് 1-2 റെഫറൻസ് കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. കാരണം നമ്മൾ ആരാധനാലയത്തിൽ വെച്ച്, വൈദിക സന്നിധിയിൽ വെച്ചാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ പണവും സമ്പത്തും കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. ബൈബിളിൽ 2500-ലേറെ വാക്യങ്ങൾ, വചനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ല. സ്വർഗം, നരകം, പ്രാർത്ഥന എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്തിനെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈ കുട്ടികൾക്കില്ലാത്ത ബജറ്റിങ്ങിനെ കുറിച്ച് അന്ന് പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുകയില്ലയോ? കർത്താവ് പറഞ്ഞ വാചനങ്ങളാണിത്. അവിടെ പറയേണ്ടത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ബഡ്ജറ്റിംഗ് തയ്യാറാക്കി അതിനുള്ള സമ്പത്ത് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അതിലേക്ക് നീങ്ങാവൂ എന്നുള്ളതാണ്. പിന്നെ സദൃശവാക്യം 21-5-ാം വാക്യം, ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു, ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രയോ ബന്ധപ്പെടുന്നത്. മറ്റൊന്ന്, ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊള്ളുന്നവൻ്റെ ദാസൻ. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഒരു ഫാഷനാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗം. ക്രെഡിറ്റ് കാർഡ് ബാങ്കുകാർ ഇഷ്ടം പോലെ തരും. ക്രെഡിറ്റ് കാർഡ്, നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. യുവതലമുറകൾ ഫാഷൻ്റെ പുറകെ പോയി ഇത്തരം പർച്ചേസുകളൊക്കെ നടത്തിയും ധാരാളം കടക്കണിയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്യാഷ് കൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു മിനിറ്റ് കൺക്ലൂഡ് ചെയ്യാണ്. 1 മിനിറ്റ് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിയാണ്. ഒരുപാട് ബൈബിൾ വചനങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ്. 15 വയസ്സുള്ള ഒരു പയ്യനെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയാണ്, പോലീസ് അറസ്റ്റ് ചെയ്തു. തിരക്കിയപ്പോൾ അച്ഛൻ്റെ, പിതാവിൻ്റെ സമ്പത്ത് 20 ലക്ഷം രൂപയോളം മോഷ്ടിക്കുന്ന, വീട്ടിൽ സൂക്ഷിച്ചതിൻ്റെ 20 ലക്ഷം രൂപയോളം മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ സംഘത്തെ അവൻ ഏർപ്പെടുത്തി. ആ കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തിയപ്പോൾ അവരത് പിടിയിലായപ്പോൾ പയ്യനാണ് ഇതിൻ്റെ പിന്നിലെന്ന് മനസ്സിലായി. സ്വന്തം വീട്ടിൽ തന്നെ പയ്യനാണെന്ന് മനസ്സിലായി. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അവൻ ചങ്കൂറ്റത്തോടെ തലകുനിക്കാതെ പറഞ്ഞു, എനിക്ക് ആഡംബരമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പ്ലാൻ ചെയ്തത് എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതിന് കൗണ്ടർ പറയാൻ ധാരാളം ഉണ്ടാവുമെന്നറിയാം. എങ്കിലും എനിക്ക് ഇന്ന് ഈ ടോപ്പിക്കിനെ നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. നമുക്കിതിന് മറുപടിയായിട്ട് പ്രിയപ്പെട്ട ലിജോഷ് സംസാരിക്കും. നമുക്ക് ഈ ഭാവമൊക്കെ ക്ലിയറാണ്, ഇതിന് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയത്തിൻ്റെ
കുറവുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുറം വേദന തുടങ്ങി, വിശന്നു തുടങ്ങി എന്നൊക്കെ അറിയാം. വേഗത്തിൽ ഞങ്ങൾ അവസാനിപ്പിക്കാം. ഓഡിയൻസിന് ഈ വിഷയത്തിന്മേൽ കുറച്ചധികം സംസാരിക്കാനുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലിജോഷ് സംസാരിക്കാം. എനിക്ക് ഇത്തരം ഒരു അവസരം തന്ന യൂത്ത് അസോസിയേഷന് ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന വിഷയം സമ്പാദ്യം കൂട്ടിവെക്കാനാണോ അതോ സമയത്ത് പ്രയോജനപ്പെടുത്താനാണോ? സാമ്പത്തികമായ ഒരു അടിത്തറ ഏത് കുടുംബത്തിൻ്റെയും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് ജീവിതശൈലി മാറുമ്പോഴും ആ മാറ്റത്തിനനുസരിച്ച് സാമ്പത്തികമായ ഒരു ആസൂത്രണം എല്ലാ കുടുംബത്തിലും വേണം. ഇന്നത്തെ തലമുറ ഭാവിയെപ്പറ്റി ആകുലപ്പെടുന്നില്ല. എന്താണ് അതിന് കാരണം? ഇന്ന് ഫ്യൂച്ചറിനെ പറ്റി ഇന്നത്തെ തലമുറ ചിന്തിക്കില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസരം നാളെ നിനക്ക് കിട്ടുന്നില്ല എന്നാണ് ചെറുപ്പം മുതലേ അവരെ നമ്മൾ പഠിപ്പിക്കുന്നത്. അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാനാണ് അവർ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. എന്തായിരുന്നു നമ്മുടെ മുൻ തലമുറ ചെയ്തിരുന്നത്? അവരിൽ പലരും അവരുടെ യൗവനവും കുടുംബജീവിതവും ആസ്വദിക്കാതെ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്ക് മാതാപിതാക്കൾ. അതിനൊരു കാരണമുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കൾ, മിക്ക മാതാപിതാക്കളുടെയും ബാല്യവും യൗവനവും കുടുംബജീവിതവും ഏറെ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കണം. കാരണം അവർക്ക് ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിത സാഹചര്യം ഇന്നത്തെ നമുക്ക് പറഞ്ഞുള്ള അറിവുകൾ, എൻ്റെ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു 50 വർഷം 60 വർഷത്തിനുള്ള സാഹചര്യമേ അല്ല ഇന്നിപ്പോൾ നമ്മൾ ഈ 2025 കാണുന്നത്. തൻ്റെ മക്കളെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെയാണ് ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ സമ്പാദ്യശീലമല്ല അവരെ നമ്മൾ പഠിപ്പിച്ചത്, സന്തോഷകരമായ ഒരു ജീവിതമാണ് അവരെ നമ്മൾ പഠിപ്പിച്ചത്. ആ സന്തോഷ ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ പണം ചെലവാക്കുന്നത്. ഈ സമ്പത്ത് കൂട്ടിവെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് സമയത്ത് പ്രയോജനപ്പെടുത്താനും ജീവിതം ആസ്വദിക്കാനും സാധിക്കണം. ഓരോ വ്യക്തിയുടെയും സാമ്പത്തികവും സാഹചര്യവും അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ നമ്മളുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ഒരു പ്രായമായ ഒരു 2 വ്യക്തികൾ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് മുന്നിൽ വന്ന്, എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പത്തനംതിട്ട ഇന്നൊരു എൻക്വയറി വന്നു. ഒരു 2013-12 കാലഘട്ടത്തിലാണ്. ഞാൻ അന്നേരം അവിടെ ചെന്നു. അവിടെ ഒരു പ്രായമായ ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും അദ്ദേഹത്തിൻ്റെ ഒരു മകനുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകൻ വിദേശത്താണ്, ഫാമിലിയായിട്ട് അവർ സെറ്റിൽഡാണ്. അപ്പം നിലവിൽ അപ്പൻ ഒരു നല്ല വീട് വെച്ചിട്ടുണ്ട്, സാമാന്യ തെറ്റില്ലാത്ത ഒരു 2 നില വീടാണ്. അപ്പോൾ അവർക്കൊരു വീട് റിനോവേറ്റ് ചെയ്യണം, ഒരു 5 ബെഡ്റൂമുള്ള ഒരു വീടാക്കിയത് മാറ്റണം, അതിലെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. ഞാൻ അന്നേരം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഈ വീട് ഇത്രയും പുതുക്കി പണിയുന്നത്? നല്ല ചിലവുള്ളതാണ്, നിങ്ങൾക്കൊരു പുതിയ വീട് വെച്ചാൽ പോരെ, നാട്ടിൽ എന്താ സെറ്റിൽ ആവുന്നില്ലേ? അന്നേരം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് 10-12 വയസ്സുള്ള പ്രായമാണ്, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഈ നാട്ടിലോട്ട് വരാൻ വലിയ താല്പര്യമില്ല. അവർ ജനിച്ചതും അവർ വളർന്നതും വിദേശത്താണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ കഴിഞ്ഞ വർഷവും അവർ നാട്ടിൽ വന്നിരുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് എല്ലാ വർഷവും നാട്ടിൽ വരണം, കാരണം അവരുടെ അപ്പനെയും അമ്മയും കാണാൻ വേണ്ടിയിട്ടാണ് അവർ വർഷവും വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം അവരുടെ കുട്ടികൾ വന്നപ്പോൾ അവർക്ക് തീരെ ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല. കുറേ റെവറസ്റ്റാറ്റൊക്കെ ഉള്ളൊരു നടുക്കാണ് ആ വീട് നിൽക്കുന്നത്. കുറേ സമ്പത്തും സ്വത്തും എല്ലാം ഉണ്ട്, അപ്പനുണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലെ സൗകര്യങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് പിടിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അവർ കഴിഞ്ഞ വർഷം വന്നപ്പം ഒരു മാസത്തെ ലീവിന് വന്നേ അവർ 15 ദിവസത്തോളം പുറത്ത് ഹോട്ടലിൽ പോയി താമസിച്ചു. കാരണം കുട്ടികൾക്ക് അതാണ് കംഫർട്ട്, അവിടെ AC ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഭക്ഷണം കിട്ടും, അവരതിനു വേണ്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, എനിക്ക് ഇനി വരുന്ന സമയത്തെങ്കിലും അടുത്ത കൊല്ലം ഈ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അന്നേരം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ തിരിച്ചു വരുന്നില്ല, അദ്ദേഹം UAE പോലൊരു രാജ്യത്താണ് അദ്ദേഹം. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ ഇവിടെ ഇനി സ്ഥിരമായിട്ട് ഇനി താമസിക്കാൻ വരുന്നില്ലേ? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ബ്രദർ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ര സഹോദരനുണ്ട്, അദ്ദേഹം US-ലാണ്. അപ്പോൾ ഈ കുട്ടികളെ എനിക്ക് US-ൽ വിട്ട് പഠിപ്പിക്കാനാണ് താല്പര്യം. എന്താണ് അടുത്ത തലമുറ ചെയ്യുന്നത്? അടുത്ത തലമുറ അവരുടെ മക്കളെ അതിലും വലിയൊരു ലെവലിലേക്ക് ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർക്കൊപ്പം എനിക്കും വിദേശത്താണ് സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാതെ ഈ അപ്പനും അമ്മയും, ഞാൻ പിന്നീട് ഇവരുടെ അടുത്ത് ഈ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ അവരുടെ അടുത്ത് സംസാരിക്കാനൊക്കെ, ഈ അപ്പച്ചനും അമ്മച്ചയും കുറേ സംസാരിക്കാനൊക്കെ, നല്ല സ്നേഹമുള്ള അപ്പച്ചനും അമ്മച്ചി, ഒരു 10-70 വയസ്സ് മാത്രം പ്രായമുള്ള. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു, ഇവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ ചോദിച്ചു. അന്നേരം ഈ അപ്പനൊരു നേവി ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് സേവനം അനുഷ്ഠിച്ചു, അമ്മ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ ഇവരുടെ കുടുംബജീവിതം, ഇവരുടെ അപ്പനും മക്കളും ഒരുമിച്ചുള്ള ഒരു ജീവിതം ഇവർ ആസ്വദിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ. അപ്പനൊരു സ്ഥലത്ത്, അമ്മ സ്കൂളിൽ, വർഷത്തിലൊരിക്കൽ അപ്പം വന്ന് മക്കളെ കാണുന്നു, നല്ല സ്കൂളിലും നല്ല കോളേജുകളിലൊക്കെ വിട്ട് പഠിപ്പിച്ചു, മാക്സിമം വരെ പഠിപ്പിച്ച് വലുതാക്കി.
പഠിപ്പിച്ച് വലുതാക്കി. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഈ സമ്പാദ്യ ശീലം എന്നുള്ള ഒരു കാര്യം. അദ്ദേഹം ഈ സമ്പത്തുകളൊക്കെ കുറേ ഉണ്ടാക്കി, ഒരു 2 പേർക്ക് വലിയ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇളയ മകന് നാട്ടിൽ അന്ന് നിൽക്കാൻ താല്പര്യമാണ്. അന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിൽ ഞാൻ ജോലി ചെയ്യട്ടെ, നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യട്ടെ എനിക്ക്. അപ്പോൾ അവന് ഒരു സ്വാഭാവികമായിട്ട് ഒരു 10-22 വയസ്സുള്ള ചെറുപ്പക്കാരന് നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ളവന് ഏണിങ്സ് ഒന്നുമില്ല. അപ്പൻ്റെ ചിലപ്പോൾ ഏണിങ്സ് അല്ലെങ്കിൽ അമ്മയുടെ ഏണിങ്സ് കൊണ്ടായിരിക്കണം അവനൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംരംഭമോ ചെയ്യേണ്ടത്. അന്നത്തെ കാലത്ത് അപ്പൻ അത് സമ്മതിച്ചില്ല. നീ വിദേശത്ത് പോയാൽ മതി, നല്ല ജോലി നിനക്ക് ഇവിടെ കിട്ടും, നീ ഇത്രയും പഠിച്ചതല്ലേ. അവനെ ഉന്തിത്തള്ളി വിദേശത്തേക്ക് വിട്ടു. ഇന്ന് ആ പേരൻസിൻ്റെ അവസ്ഥ എന്താണ്? അവർ കൂടെ സമ്പാദിച്ചു കൂട്ടി. ഈ 2 അപ്പച്ചനും അമ്മച്ചിയും കുറേ സമ്പാദിച്ചു കൂട്ടി, ഏക്കർ കണക്കിന് വസ്തുക്കളുണ്ട്, വലിയ വീടുണ്ട്. ഇതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? എന്തിനായിരുന്നു ഈ സമ്പാദ്യമൊക്കെ? പലരും പറയുന്നു എനിക്ക് നല്ല ജീവിതം നയിക്കാനാണ്, നല്ല റിട്ടയർമെൻറ്റ് ലൈഫ് ചെയ്യാനാണ്. ഈ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ടാണോ ഈ സമ്പാദ്യം കൂട്ടി വെക്കേണ്ടത്? ഈ സമ്പാദിച്ചു വെച്ച പണത്തിന് അവരുടെ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കൾ ഇതുപോലെയല്ലേ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവാക്കൾ വിദേശത്ത് പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നത്? കുഞ്ഞുനാൾ മുതൽ അവരുടെ അടുത്ത് നമ്മൾ എന്താണ് പറയുന്നത്? നീ നല്ലവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നല്ല ജോലി കിട്ടൂ. നിനക്ക് നല്ല ജോലി കിട്ടിയെങ്കിൽ മാത്രമേ നല്ല സമ്പത്തുണ്ടാവും. നല്ല സമ്പത്തും നല്ല ജോലിയും ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് നല്ല വിവാഹം കഴിക്കാൻ പറ്റൂ. നല്ല വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റൂ. ഇതാണ് നമ്മൾ ഇന്നത്തെ തലമുറയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്നാൽ ഭാവിയെപ്പറ്റി ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അവർ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കും, യാത്രകൾ നടത്തുന്നു, സിനിമ കാണുന്നു. സാറ് പറഞ്ഞോളൂ, സിനിമ കാണുന്നു. അവരുണ്ടാക്കുന്ന അവരുടെ ഇൻകത്തിൽ നിന്നാണ് ഇവരെല്ലാം ചെയ്യുന്നത്. നല്ല ഭക്ഷണം കഴിക്കുന്നു, പുതിയ ടെക്നോളജി അവൾ പ്രയോജനപ്പെടുത്തുന്നു, പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്നു. അവർ വാങ്ങും, കാരണം അവർക്ക് അതിനുള്ള ഏണിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ കൂടുതൽ അതൊരിക്കലും ഒരു എന്താണ്, അതൊരു തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ പഠിപ്പിച്ചു വിട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യം നിങ്ങൾക്ക് അവർക്ക് ഇന്ന് 5 രൂപ കിട്ടേണ്ടത് 10 രൂപ സമ്പാദ്യം അല്ലെങ്കിൽ അത്രയും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഈ ആഡംബരത്തിന് പുറകെ പോകുന്നത്. അല്ലാതെ പൈസയുടെ കുറവ്, ദൂർത്തടി അല്ല അതൊരിക്കലും. അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, അവരുടെ ജീവിത രീതി മാറി. ആ ജീവിത രീതിക്ക് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നതും പെരുമാറുന്നതും. കേവലം സ്ഥിര നിക്ഷേപം മാത്രമല്ല ഭാവിയിലേക്കുള്ള കരുതലെന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാവരുടെയും ഒരു പൊതു ധാരണയുണ്ട്, നമ്മൾ കുറച്ച് പൈസ സമ്പാദിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആയെന്ന്. ഒരിക്കലുമല്ല. ആ പണം അടുത്ത ഒരു തലമുറയ്ക്ക് എന്നാ കിട്ടുന്നത്? ഇന്നത്തെ ഇതിൽ എത്ര അപ്പനും അമ്മയും തൻ്റെ നല്ല പ്രായത്തിൽ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ ഇന്നാ മക്കളെ നിൻ്റെ സ്വത്തെല്ലാം എന്നൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾ നല്ലവണ്ണം ജീവിക്കുക, അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ നിൽക്ക് എന്നാണോ പറയുന്നത്? നിങ്ങൾ എവിടെ പോയെങ്കിലും പോയി രക്ഷപ്പെട് എന്നല്ലേ പറയുന്നത്? ഒരു 60-70 വയസ്സ് മരിക്കാറാവുമ്പോഴായിരിക്കും അടുത്ത ഒരു തലമുറയ്ക്ക് അവരുടെ സ്വത്ത് കൈമാറുന്നത്. അത് ആർക്ക് ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ ആ മകൻ ഒരു 50-60 വയസ്സായി കാണും. അപ്പോൾ സമയബന്ധിതമായി നമുക്ക് കൃത്യമായിട്ട് അത് വിനിയോഗിക്കാൻ, നമ്മളുടെ പണം കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കണം. അത് ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് സാറേ, പണ്ടത്തെ കൂട്ടല്ല. കാരണം ഇന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല യഥാർത്ഥത്തിൽ ഒരു സമ്പാദ്യ ശീലം എന്ന് പറയുന്നത്. ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, SIP-കളുണ്ട്, ഷെയറുകളുണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്. അങ്ങനെ നൂതനമായ പല സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് ന്യൂ ജനറേഷൻ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ സമ്പത്ത് ഒരിക്കലും കൂട്ടിവെച്ച് പെരുപ്പിച്ചുണ്ടാക്കാനുള്ളതല്ല. ഈ സമ്പദ് വ്യവസ്ഥ പുറത്തേക്ക്, ഈ അംബാനിയെ പോലെ അദാനിയെ പോലുള്ളവരും ഈ പൈസ 1 ലക്ഷം കോടി 1.5 ലക്ഷം കോടിയും ബാങ്കിൽ കൊണ്ടുപോയിട്ടിരുന്നാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ കിട്ടുമോ? നമ്മളുടെ മാർക്കറ്റിൽ ലൈവായി ഓടണമെന്നുണ്ടെങ്കിൽ ഫണ്ട് പുറത്തേക്ക് വേണം. സാർ നേരത്തെ പറഞ്ഞത് പോകണം, ഇത്രയും 850 മില്യൺ അല്ലേ അദ്ദേഹം പറഞ്ഞു, അത്രയും ഫണ്ടിങ് ആണ് ഈ വേൾഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? ഇന്ന് 16ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് വേൾഡിലെ 3ാം സ്ഥാനത്തേക്ക് വന്നു, ചൈനയുടെ തൊട്ട് താഴെയായി. പ്രൈവറ്റൈസേഷനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളുടെ ഫണ്ട് എത്രത്തോളം നമ്മളുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ നാടിന് നേട്ടം ഉണ്ടാവും. അതാണ് വലിയ തലമുറ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ നാല് സബ് ടോപ്പിക്കാണ് ഇവിടെ പങ്കുവച്ചത്. നമുക്ക് വേഗത്തിൽ അതിനെ സമ്മറൈസ് ചെയ്യാം. സാറിന് മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിലേക്ക് വിടാം. ഒരു മറുപടി എന്ന് പറഞ്ഞു. വേഗം. ദിജേഷ് പറഞ്ഞത് സമ്പത്ത് കൂട്ടിവെക്കാനല്ല, ഉപയോഗിക്കാനാണ്. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു. കൂട്ടിവെക്കുകയല്ല ഞാൻ പറഞ്ഞത്, സമ്പത്ത് വൈസ്ലി ആയിട്ട് അത് കയ്യിൽ ഒതുങ്ങി നിൽക്കത്തക്ക രീതിയിൽ, കടം പേടിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ സമ്പത്തുള്ളവന് ഇല്ലാത്തവന് ഒരുപോലെ ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ബിബ്ലിക്കലായിട്ടുള്ള റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ശലോമോൻ അദ്ദേഹത്തിൻ്റെ മകനെ ഉപദേശിക്കുന്ന ഒരു 4-5 സെന്റൻസ് ഉണ്ട്. ഉറുമ്പുമായിട്ട് സാദൃശ്യപ്പെടുത്തിയാണ് പറയുന്നത്. മടിയ, നീ ഉറുമ്പിനെ നോക്കി പഠിക്കൂ, സമൃദ്ധിയിലും ഉറുമ്പ് ശേഖരിച്ചു വെക്കുന്നു. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്.
എല്ലാ യുവതലമുറ കിട്ടുന്ന സ്വത്തല്ല എനിക്ക് 25 വയസ്സാകുമ്പോൾ എഴുതി തരിക, ഞാൻ അടിച്ചു പൊളിക്കട്ടെ എന്ന് പറയുന്ന ആ രീതി അത് യുവതലമുറയുടെ പ്രതീകം തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് ഈ വിഷയം നമുക്കൊന്ന് അവസാനിപ്പിക്കാം. നമുക്ക് ഓഡിയൻസിലേക്ക് വിടേണ്ട കാര്യമുണ്ട്. ഈ വിഷയത്തെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലഘൂകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ബോറിംഗ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയമായി, വിശന്നു തുടങ്ങി, പുറം വേദന തുടങ്ങി. വളരെ സിംപ്ലിഫൈ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. യുവ കുടുംബത്തിൻ്റെ സ്വകാര്യതയിൽ മുതിർന്ന കുടുംബം ഇടപെടണോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ചുമ്മാ ഒന്ന് ചോദിക്കുകയാണ്. വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന മരുമകൾ ഏത് സാരി ഉടുക്കണം, എന്ത് കളറിടണം, എന്ത് ചുരിദാറിടണം എന്ന് അമ്മായിയമ്മ തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. സ്വകാര്യതയാണ്. പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. അതാണ് ഈ സ്വകാര്യത. രണ്ടാമത്തെ കാര്യം, ഒരു കാറ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ കാറിൻ്റെ മുമ്പിൽ തൻ്റെ ഭർത്താവ് വണ്ടി ഓടിക്കുമ്പോൾ കാറിൻ്റെ മുമ്പിലത്തെ സീറ്റിൽ അപ്പനിരിക്കണോ ഭാര്യ ഇരിക്കണോ? ഇപ്പം മറുപടി പറയണ്ട, നിങ്ങൾ ചിന്തിച്ചോ? ഇതൊക്കെ വലിയ വിഷയമാണ്. നമ്മളത് സിമ്പിളായിട്ടൊക്കെ ചിന്തിച്ച് പോകുന്ന വിഷയങ്ങളാണെങ്കിൽ ഇതൊക്കെയാണ് കുടുംബത്തിലെ വിഷയങ്ങൾ. കുടുംബത്തിൻ്റെ സ്വകാര്യതയാണ് ഇതെല്ലാം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്വകാര്യതകൾ, യുവ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ ഒരു വാതിലിനപ്പുറം ഇരുന്ന് ചെവികോർത്ത് കേട്ട് അതിൻ്റെ അകത്ത് ഇടപെട്ട് വൺ സൈഡ് പിടിച്ച് പല കുടുംബങ്ങളും ഡിവോഴ്സായി പോകുന്നുണ്ട് എന്നുള്ളത് പരമപ്രധാനമായിരിക്കുന്നൊരു സത്യമാണ്. അവരവരുടെ വിഷയങ്ങൾ അവരവരുടെ കുടുംബത്തിൽ തീർക്കാൻ സാധിക്കാതെ മാതാപിതാക്കൾ ഇടപെട്ട് കുളമാക്കുന്ന ഒരവസ്ഥ. കെട്ടിച്ചു വിടുന്ന മക്കളോട് പറഞ്ഞു വിടുന്ന അമ്മ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ വേഗത്തിൽ തിരിച്ചു പോരെ, ഈ വീട് നിനക്കായി തുറന്നു കിടക്കുന്നു. ഡിവോഴ്സിനുള്ള സാധ്യത കല്യാണം കഴിക്കുമ്പോൾ തന്നെ തുറന്നു കിടക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. രണ്ടാമത് സാമ്പത്തിക അച്ചടക്കം. സാമ്പത്തിക അച്ചടക്കത്തെ പറ്റി ലിജോഷ് മനോഹരമായി പറഞ്ഞു വെച്ചൊരു കാര്യം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടും സമയാസമയങ്ങളിൽ മക്കൾക്ക് കൈമാറാതെ കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം അതിനിടയ്ക്ക് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ഒരു ജ്വല്ലറിയുടെ പരസ്യമാണ്, എന്തെങ്കിലും ആവട്ടെ. സാധ്യതകളെ പറ്റി തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ, സാധ്യതകളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ് ലിജോഷ് പറഞ്ഞു വെക്കുക. എനിക്ക് മനസ്സിലാകുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനം കൊണ്ട് കിട്ടിയതാകാം, നിങ്ങളുടെ അപ്പനപ്പന്മാർ പണിത് നിങ്ങൾക്ക് തന്നതുമാകാം. അത് കൈമാറേണ്ടതാണ്. പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അനുഭവിക്കുന്നൊരു ദുരിതം പല കുടുംബങ്ങളിലുണ്ട്. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം സഹോദരങ്ങൾ തമ്മിൽ തെല്ലുന്ന ഒരവസ്ഥ. ഇത് രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഓഡിയൻസിന് വിടുന്നത്. കുറച്ചും കൂടെ ലളിതമായി നിങ്ങൾക്ക് ഇതിനോട് പ്രതികരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് തുറന്ന് നമുക്ക് സംസാരിക്കാം. ഈ ചർച്ച കുറച്ച് ചൂട് പിടിക്കട്ടെ, എന്നാൽ നമുക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും. ഈ വിശപ്പിൽ നിന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഇത് ലാസ്റ്റത്തെ ചർച്ചയാണ്. പറയാം. ഒന്നാമത്തെ കാര്യം സ്വകാര്യതയിൽ കൈ കടത്തണമെന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും സ്വകാര്യതയിൽ കൈ കടത്തരുത്. അവരുടെ സ്വകാര്യ കാര്യത്തിൽ കൈ കടത്തരുത് ഒരിക്കലും. അതെന്താ വെച്ചാൽ അച്ഛൻ പറഞ്ഞതുപോലെ കാറ് മേടിച്ചു, ഭർത്താവ് കാർ ഓടിക്കുന്നു, അമ്മായിമ്മ കയറി ഫ്രണ്ടിരിക്കുന്നു, ശരിയല്ല. എൻ്റെ മോൻ്റെ കാറാ ശരിയാ, പക്ഷേ എന്നേക്കായ അവകാശം കല്യാണം കഴിച്ചാൽ ആ മോന് ഭാര്യയ്ക്ക് മകനിലും ഭാര്യയ്ക്കുമാണ് അവകാശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വിട്ടുകൊടുക്കണം. നമ്മൾ വിട്ടുകൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ വിട്ടുകൊടുക്കേണ്ട സമയത്ത് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതുകൊണ്ടാണ് അത് തയ്യാറല്ലാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളിൽ നിന്ന് പ്രശ്നം ഉണ്ടാകുന്നത്. രണ്ട്, പിന്നെ പല കാര്യങ്ങളിലും അവരൊക്കെ അറിവ് നമുക്കുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളിലായാലും പല കാര്യങ്ങളിലും അവർ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ തന്നെയും മകനെ വിളിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം മരുമകളെ വിളിച്ച് കാര്യങ്ങൾ പറയാം, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാതെ നമുക്ക് അവരിൽ അവകാശം സ്ഥാപിക്കാൻ നമുക്ക് ഇല്ല. അങ്ങനെ ഒന്ന്. രണ്ടാമത്തെ കാര്യം സാമ്പത്തിക പ്രശ്നം. ഇന്നത്തെ തലമുറകൾ ഒരു മോറിലോട്ട് ചെന്ന് ഒരു വണ്ടി എടുക്കുന്നു, അതിടുന്നു, ഇതിടുന്നു, ബില്ല് നോക്കുന്നില്ല, കൊടുക്കുന്നു, കാർഡ് കൊടുക്കുന്നു, അടിക്കുന്നു, കണ്ണടച്ച് പോകുന്നു. അതിനകത്ത് ആവശ്യമുള്ളതും ആവശ്യവും അത്യാവശ്യവും അനാവശ്യവുമുണ്ട്. അപ്പം ഇന്നത്തെ തലമുറകൾ ആവശ്യവും അത്യാവശ്യവും അനാവശ്യവുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്യുന്നതിനോട് തെറ്റില്ല, കാരണം അത് ശരിയല്ല. അത് അവർ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം സമ്പാദിക്കണമെന്നുള്ളത്. ഇപ്പം ഞങ്ങൾ ജീവിച്ച കാലത്ത് ഞങ്ങൾ വയറ് മുറുക്കി പട്ടിണി കിടന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു, ശരിയാണ്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കുറേയെങ്കിലും കരുതി വെക്കാതെ നിങ്ങൾ കിട്ടുന്നത് 25,000 ശമ്പളം ഉണ്ടെങ്കിൽ 25,000 ചിലവാക്കി 1,000 രൂപ കടവും മേടിച്ചുണ്ടാക്കിയാൽ നാളെ ഒരവസരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോൻ ഇന്ന് 22 ലക്ഷം രൂപ ചിലവായി.
ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടിയില്ല. എന്തുകൊണ്ട്? ഞങ്ങൾ വയറ് മുറുക്കി, ഞങ്ങൾ സമ്പാദിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനും, അതല്ല ആവശ്യമില്ലെങ്കിൽ അവരുടെ ഭാവിയിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ സമ്പാദിച്ച് വെച്ചു. പക്ഷേ അത് ഒരസുഖം വന്നപ്പോൾ അത് അവിടെ തീർന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആർക്കും ഏത് സമയത്തും എന്തും സംഭവിക്കാം. അസുഖങ്ങൾ വരാം, മരണം വരാം. ആ സമയത്ത് ഉപയോഗിക്കാൻ നമ്മുടെ സമ്പത്തും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി യുവതലമുറകൾ അത്യാവശ്യമുള്ളതും ആവശ്യമുള്ളതും ഉപയോഗിച്ചിട്ട് അനാവശ്യം ഉപേക്ഷിക്കുക. അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയും. ഒരു സെക്കൻഡ്. ചില കാര്യങ്ങൾക്ക് അറിവില്ലെന്ന് പറഞ്ഞാൽ ഈ അമ്മമ്മയെ ഉദ്ധരിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് 1 കോടി രൂപ ഹോസ്പിറ്റലിൽ ചിലവാകണമെങ്കിൽ 10,000 രൂപയുടെ ഇൻഷുറൻസ് വർഷം എടുത്താൽ മതി. നമ്മൾ 10 ലക്ഷം രൂപ സമ്പാദിക്കേണ്ട കാര്യമില്ല. 10,000 രൂപയുടെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ 1 കോടി രൂപ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഇന്നുണ്ട്. അതാണ് യുവജനങ്ങൾക്ക് അറിയാവുന്നത്, യൂത്തിന് അറിയാവുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തിൻ്റെ ജീവിതമാണ് ജീവിതം. നമ്മൾ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിനനുസരിച്ച് ജീവിക്കാനാണ് ഈ തലമുറ. അവർ ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു. പക്ഷേ ഒരു അറിയിപ്പ്, നമ്മൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാവണം. ഏതൊരു ജീവിതത്തിൻ്റെയും വിജയരഹസ്യം പുറകോട്ട് നോക്കുക, ചുറ്റുപാടും നോക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് മൂന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ജീവിതം പരാജയമായിരിക്കും. ഇതിനകത്ത് എല്ലാ വിഷയമുണ്ട്. പുറകോട്ട് നോക്കുമ്പോൾ വന്ന വഴിയുണ്ട്, ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴി എന്താണെന്ന് നോക്കണം. അതിനകത്ത് സമ്പത്തുണ്ട്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ജീവിതത്തിൻ്റെ വിജയരഹസ്യം. അത് നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. അതിനാവശ്യമായ ഉപദേശങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, നിയന്ത്രണങ്ങളുണ്ടാവും. ഇതെല്ലാം പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം പരസ്പരം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വിജയവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ, നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയൂ. ഈ അടിസ്ഥാനം നമ്മൾ മുദ്രാവാക്യം സ്വീകരിച്ച ഒരു കാര്യം കൂടെ, ഇവിടെ ഈ ടോപ്പിക്കലില്ലാത്ത ഒരു വിഷയം ഇവിടെ വന്നു. അത് ലോക രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ഉന്നയിച്ചത്. ലോക രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കുന്ന സമ്പത്തിന്റെ വിജയവും പരാജയവും അതൊരു വലിയ വിഷയമാണ്. അത് ഈ ടോപ്പിക്ക് വരാൻ പാടില്ല. വന്നെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. ചൈനയിലെ വിജയം, റഷ്യയിലെ വിജയം, ഇന്ത്യയിലെ സാമ്പത്തിക വിജയം അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബൈബിളിലെ ഒരു വാക്യം അതിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:31, 34, 35. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ 32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്നാരും പറഞ്ഞില്ല. 33 സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാരത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം വിളവിച്ചിരിക്കുന്നു. ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ലോക ജനതയാണ് ലോകത്തെല്ലായിടത്തും. സകലതും പൊതുവായി എണ്ണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ വിജയ രഹസ്യം അതിന്റെ ആ രാജ്യത്ത് നടപ്പാക്കി വരുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിയമത്തിന്റെ പേരിലാണ്. അത് ആ രാജ്യത്തെ ജനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഇവിടെ ഉപയോഗിക്കണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാനുള്ളത്. എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. പറയാനുള്ളതൊക്കെ പറഞ്ഞോ. ബഹുമാനപ്പെട്ട അച്ഛാ, നമ്മുടെ ഇവിടെ ഈ നിത്യജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമുക്ക് ഒരു ഇസത്തിനും പ്രസക്തിയില്ല ഇവിടെ. നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, എൻ്റെ നിന്റെ മക്കള് എങ്ങനെ ജീവിക്കുന്നു, നാളെ എങ്ങനെ ജീവിക്കണം, ഇന്നലെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് ഈ വിഷയം. അപ്പൊ നമ്മൾ ആ വിഷയത്തെ ഊന്നി നിന്നുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ. ആ വിഷയത്തിൽ നാം വ്യതിചലിച്ചു പോയിട്ട് ഒരു കാര്യവും ഇല്ല. വ്യതിചലിച്ചിട്ടില്ല. നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അച്ഛന് പറയാം.
ഇത് കുടുംബജീവിതത്തിലെ യുവതലമുറയുടെ സ്വകാര്യത, ആ സ്വകാര്യതയിലേക്ക് മുതിർന്നവർ കടന്നു കിടക്കേണ്ട ആവശ്യമുണ്ടോ? എവിടം വരെ കിടക്കാം? മക്കളുടെ കിടക്കണം, അതിനെപ്പറ്റി പറയൂ. അതാണ് ടോപ്പിക്, അതിനെപ്പറ്റി പറയൂ. കുടുംബജീവിതത്തിൽ യുവതലമുറ കടക്കണം, നമ്മളുമായിട്ട് സമ്മതിക്കണം. അപ്പനും അമ്മയും സഹോദരങ്ങളുമായിട്ടും ബന്ധുമിത്രാദികളായിട്ടും അപ്പുറത്തുള്ളവരുമായിട്ടും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ സമ്മതിക്കണം. എല്ലാ വിഷയത്തിലും എല്ലാ വിഷയങ്ങളിലും സമ്മതിക്കണം. എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? എൻ്റെ മോൻ പണ്ട് ഒരു വീട്ടിൽ ഒരു ഫോണേ കാണത്തുള്ളൂ. ആ ഫോൺ ചലിക്കുമ്പോൾ നമുക്കുള്ള ഫോൺ ആയിരിക്കത്തില്ല, അത് അയലത്ത് വീട്ടിലുള്ള ഫോണായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടിച്ചെന്ന് അവിടെ പറയും, അമ്മാമയ്ക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ട്, അമ്മാമ പെട്ടെന്ന് വരണം. അപ്പോൾ ആ അമ്മാമയെ വിളിച്ചുകൊണ്ട് നമ്മുടെ മോൻ വരികയാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ആ അമ്മാമയ്ക്ക് വന്ന കാര്യങ്ങൾ നമ്മളുമായിട്ട് സമ്മതിക്കുകയാണ്. ആ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മാറ്റത്തിലേക്ക് വരാൻ വല്ല സാധ്യമാണ്. കാരണം നമ്മളിപ്പം AI ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാ. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വരത്തില്ല. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ശരി ശരി, നല്ല 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 ചിന്തയാണ്. പറയൂ. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ പറയരുത്. വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളെപ്പറ്റി തന്നെയാണ്. സ്വകാര്യത എന്ന് പറയുന്നൊരു വിഷയത്തിൻ്റെ പല തലങ്ങളെ പറ്റിയാണ് നമ്മൾ പങ്കുവയ്ക്കുക. സീനിയേഴ്സ് പറഞ്ഞു വച്ചിരിക്കുന്ന ഭാഗം, സ്വകാര്യതയിൽ സാമ്പത്തികമായിരിക്കുന്ന അച്ചടക്കം ജൂനിയേഴ്സ് കാണിക്കാതെ വരുമ്പോൾ നിശ്ചയമായും സീനിയേഴ്സ് ഇടപെടണം എന്നുള്ളതാണ് അവരുടെ വാദം. ആ വാദമാണ് കൃത്യമായി ഫിലിപ്പ് സാറ് ഇവിടെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കറക്റ്റ് റൂട്ടിൽ തന്നെയാണ് ചർച്ച മാറിയിട്ടില്ല. പറയൂ, വേറെ ആരെങ്കിലും? സ്വകാര്യതയെ പറ്റി നിങ്ങൾ സംസാരിക്കുക, അത് കേൾക്കാനാണ് ഞങ്ങളോട് നിൽക്കുന്നത്. സ്വകാര്യതയെ പറ്റി സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ഇവിടെ ഒരു കാര്യം, എല്ലാ കാര്യങ്ങളിലും ഇടപെടണം എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്താ പറയുക, ഇപ്പം ജോലി സംബന്ധമായ ഒരു കാര്യം, ഞാനിപ്പം ജോലി ചെയ്യുന്നു. അപ്പം ജോലി സ്ഥലത്ത് നടക്കുന്നൊരു കാര്യം ഞാൻ വീട്ടിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നുവെച്ചാൽ ഷെയർ ചെയ്യണം, ഞാനും പറയുന്നു ഷെയർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഒരു സ്വകാര്യതയുണ്ട്. അപ്പം ആ ഒരു സ്വകാര്യത മാനിച്ച് പറയേണ്ടത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഇപ്പം ഞാൻ മാരീഡല്ല. അപ്പം ഇപ്പം ഇൻ കേസ് മാരീഡ് ആവുകയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും പേരൻസിനോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അതാണ് ഈ ചിന്ത, അതാണ് ഈ വിഷയം, സബ്ജക്റ്റ് അതാണ്. പറയൂ. അപ്പം എന്താ പറയാ, എന്റെ സ്വപ്നങ്ങൾ പറയൂ. ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, പിന്നെ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂ, കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം അനാവശ്യമായ വേറെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണ്. അപ്പം എല്ലാ പിന്നെ ഒരു ചോദ്യം കൂടെ, പണ്ട് കാലങ്ങളിൽ ഇപ്പം എന്താ പറയുക, അപ്പച്ചനും അമ്മച്ചിയും, അതായത് അമ്മയുടെ പേരൻസോ അപ്പൻ്റെ പേരൻസോ ആരെങ്കിലും വീട്ടിൽ വരുമ്പം കുഞ്ഞുങ്ങൾക്ക് കാശ് കൊടുക്കുമായിരുന്നു. ഒരു 500 1000 രൂപ എന്നൊരു കാശ് കൊടുക്കുമായിരുന്നു. നിങ്ങളുടെ ആവശ്യം എന്തെങ്കിലും നടത്തും മക്കളെ എന്ന് കൊടുക്കുമായിരുന്നു. എന്താ പണ്ടെന്താ നടന്നുകൊണ്ടിരുന്നത്? അമ്മമാര് ആ കാശ് വാങ്ങിച്ചിട്ട് പറയും, ഞാൻ സൂക്ഷിച്ചോളാം, ഞാൻ കൈവച്ചോളാം, എന്തെങ്കിലും ആവശ്യമുള്ളൂ അപ്പം ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കും. എന്നിട്ട് പിള്ളേര് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു ചോദിക്കും, എന്താ പറയാ, അയ്യോ മോനെ ഇത് ചെലവായിപ്പോയി. ഇതാണ് സ്ഥിരം പല്ലവി. അപ്പൊ ഇത് സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മയല്ലേ? ഓക്കെ, ഒരു കാര്യം പൊതുവിൽ പറഞ്ഞോട്ടെ. സമയം ഇപ്പോൾ 1:45, 1:30 അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഈ കൂട്ടത്തിൽ ഒത്തിരി പ്രായമായ ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയി ഭക്ഷണം കഴിക്കാം. യൂത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭക്ഷണം ഒന്ന് ഒരുക്കുക. പ്രായമായവർക്ക് ഷുഗർ പേഷ്യൻസ് ഉണ്ടാകാം, അങ്ങനെ അസുഖങ്ങളുള്ളവരുണ്ടാകാം. ചർച്ച ഒരു 15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക്, ആരോഗ്യം അനുവദിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാം. എന്നാൽ പ്രായമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും അവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ ഒപ്പം നമ്മളൊരു പുതിയത് എന്ന് പറയാനൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പഴവും പാനിയും നമ്മുടെ യൂത്ത് അസോസിയേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഡെസേർട്ടാണ്. അത് കഴിക്കേണ്ട വിധം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ വീഡിയോ ഇതൊന്ന് ഓഫാക്കിയാൽ ഒന്ന് കുറച്ചുകൂടെ നല്ലതായിരിക്കും, എന്നാലും പറയാം.
പഴം കുഴച്ച് അതിനകത്ത് പാനി ഒഴിച്ച് കഴിക്കുന്നൊരു രീതി ഞങ്ങളുടെ നാട്ടിൽ സദ്യയ്ക്ക് ശേഷമുണ്ട്. അതൊരു ഭംഗിയായ ഒരു ഡെസേർട്ട് ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതേ പ്ലേറ്റിൽ തന്നെ കഴിക്കുന്ന ഭംഗിയാണ്. നിങ്ങൾ കഴിച്ചിട്ട് പോകരുത് എന്ന് പറഞ്ഞാണ് അർത്ഥം. അതിന് പ്രത്യേക ഒരു കൗണ്ടർ അവിടെ ഉണ്ടായിരിക്കും. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഈ സമയത്ത് കഴിക്കാം. നമുക്ക് ചർച്ച മുന്നോട്ട് പോകാം. ഈ കൂട്ടത്തിൽ തന്നെ ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആ ചോദ്യത്തിനും കൂടെ നിങ്ങളൊന്ന് വേഗത്തിൽ ഉത്തരം പറഞ്ഞാൽ നല്ലതാണ്. ഓപ്പണായിട്ട് പറയാം. സീനിയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ജൂനിയേഴ്സ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ജൂനിയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് സീനിയേഴ്സ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ രണ്ട് ചോദ്യം ഒറ്റ ചോദ്യത്തിൽ തന്നെ ക്ലിയറാണ്. സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ജൂനിയേഴ്സും, ജൂനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് സീനിയേഴ്സും കൂടുതലായി കുറച്ചും കൂടെ നന്നായാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ കൂടെ ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. കരുതലാണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. സീനിയേഴ്സ് ജൂനിയേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത് തരത്തിലുള്ള കരുതലാണ്? അവരുടെ വീട്ടിൽ പേരൻസ് വീട്ടിലുള്ളപ്പോൾ ഇവർ എവിടെ പോയാലും വീട്ടിൽ വന്ന് അവരുമായിട്ട് സംസാരിക്കുക, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക. പോയ കഥകളൊക്കെ പറയണം. അങ്ങനെയാണോ? ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മൾക്ക് പണ്ടൊക്കെ സ്കൂളിൽ പോയതുപോലെ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വീട് വിട്ട് സ്കൂൾ വരെ പോയി, സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന സ്കൂൾ കലാലയം. അത് കൊച്ചുകുട്ടികളല്ലേ, അതുപോലെ ഇത് പറയണോ? യൂത്ത് അല്ല, അങ്ങനെയല്ല. എവിടെ പോയിട്ട് വന്നാലും അന്ന് പോയിട്ട് വന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, അല്ലാതെ അവരുടെ മുറിയിൽ പോയി പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുക. മക്കൾ വരുന്നത് കാത്തിരിക്കുന്ന അമ്മയും അപ്പയും ഗൗനിക്കാതെ വന്ന വഴി വീടിന്റെ അകത്ത് കയറി പോയി കിടന്നുറങ്ങരുത്. നല്ലൊരു പോയിന്റാണ്. ശരിയാണ്, പറയൂ. ഒരു കാര്യം കൂടെ, അവര് മാത്രം സംസാരിക്കുന്നവര് ശരിയല്ല. ഇപ്പോഴേ കാണുന്ന ഒരു പ്രവണത കുടുംബങ്ങളിലെ യുവതലമുറ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കാണുന്നില്ല. നിങ്ങൾക്ക് പലർക്കും അനുഭവമുള്ളതാണത്. അതുപോലെ ഇപ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്കും അവർ കാണുന്നില്ല. പഴയ കാലത്തുണ്ടായിരുന്ന ആ രണ്ട് രീതികൾക്കും വ്യത്യാസം വന്നിരിക്കുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നല്ല കാര്യം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സീനിയേഴ്സ് കുടുംബത്തിലുള്ളപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തെ മാനിക്കാതെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതും തോന്നുന്ന സമയത്ത് കയറി വന്ന് പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നതും ശരിയല്ല. സീനിയേഴ്സ് ജൂനിയേഴ്സിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നതാണ്. നല്ല കാര്യം, പറയൂ. ഓണാക്ക് വേഗം ബീഫിന്റെ മണടിച്ചു തുടങ്ങി. കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. അപ്പൊ ആ കുടുംബത്തില് മരുമക്കളായാലും മക്കളായാലും മരുമക്കളായാലും അപ്പനായാലും അമ്മയായാലും ഒരുമിച്ച് ഒരു സ്നേഹത്തോടെ ഒരു ഇമ്പത്തോടു കൂടെ ജീവിക്കുമ്പം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യും, നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരോട് ചർച്ച ചെയ്യും. അൽസിജാൻ പറഞ്ഞ പോലെ ഒരുമിച്ച് എല്ലാ വിഷയങ്ങളും, ചിലപ്പോൾ അവർക്ക് പ്രയാസമായ അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും സന്തോഷങ്ങളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയും നമ്മൾ അവരോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും. കുറച്ചുകൂടെ കടന്നു ചോദിച്ചോട്ടെ, മരുമകളുടെ പീരിയഡ്സിന്റെ സമയം അമ്മായിയമ്മ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സ്നേഹമുള്ള മരുമകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമ്മായിമ്മയോട് വന്ന് പറഞ്ഞിരിക്കും, അമ്മ എനിക്കിന്നത് ഇങ്ങനെയാണ്, എനിക്കിന്ന് സുഖമില്ല, എന്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കണം ഓരോ മരുമക്കളും. നമ്മുടെ വയ്യായിക, നമ്മുടെ വേദന, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ എല്ലാ നഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഓഫീസിൽ ഇപ്പം മകൻ പറഞ്ഞു ഓഫീസിലെ കാര്യങ്ങൾ, മമ്മി എനിക്കിന്ന് ഓഫീസിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും ചീത്തയായ കാര്യങ്ങളും അപ്പനോടും അമ്മയോടും നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളോടും പങ്കുവെക്കുന്നെങ്കിൽ തീർച്ചയായും അതാണ് കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു വീട് എന്ന് ഞാൻ ജൂനിയേഴ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും? ഇപ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ സബ്ജക്റ്റിന്മേലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തത ഞാൻ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. കുടുംബജീവിതത്തിൽ യുവ കുടുംബങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു സ്വകാര്യത വേണം. അത് സത്യമായ കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ സംവദിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മയോടും അപ്പയോടും പറയാനായിട്ട് പറ്റില്ല. കാരണം അത് അവരുടെ സ്വകാര്യതയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അമ്മയെപ്പറ്റി പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം അവൾ എന്നെ വിശ്വസിച്ച് വന്ന ഒരു പെൺകുട്ടിയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ചെടി ഒരു സ്ഥലത്ത് നിന്നും പറിച്ച് മറ്റൊരു സ്ഥലത്ത് നടുന്നതാണ്. ഈ ചെടി ഇവിടെ ഒന്ന് വേര് പിടിക്കാൻ ഇച്ചിരി സമയമെടുക്കും. ആ സമയം കയറി വരുന്ന വീട്ടുകാരൊന്ന് കൊടുക്കണം. ആ ചെടിയും വിചാരിക്കണം കുറച്ച് സമയം എടുക്കും ഞാനിവിടെ ഒന്ന് വേര് പിടിക്കാനെന്ന്. ഇത് രണ്ടും ഒന്ന് ചിന്തിച്ചാൽ ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സമയം കൊടുക്കുകയും സമയം എടുക്കുകയും ചെയ്യുന്നത് ഭംഗിയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് രസകരമായിട്ട് പോകാൻ സാധിക്കും. ഒരു പെണ്ണ് ഒരു വീട്ടിൽ ജനിച്ച അന്ന് മുതൽ അവൾ കേൾക്കുന്നതാണ്,
നീ മറ്റുള്ള വീട്ടിലേക്ക് പോകേണ്ടവളാണ്. കയറി വരുന്ന വീട്ടിലായാലോ നീ വേറെ വീട്ടിൽ നിന്ന് വന്നവളാണ്. അപ്പോൾ ഒരു സ്ഥലത്തും വീടില്ലാത്ത ഒരാളാണ് ആര്? ഈ പറയുന്ന പെണ്ണ്. അവൾക്ക് സംരക്ഷണം കൊടുക്കുന്നതും അവൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നതും അവൾ പ്രതീക്ഷിക്കുന്നതും അവളുടെ ഭർത്താവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ചില സ്വകാര്യ നിമിഷങ്ങൾ, ചില സ്വകാര്യ സംഭാഷണങ്ങൾ അവളുടെ ഭർത്താവിൻ്റെ മാറിടത്തിൽ കിടന്ന് പറയാൻ ആഗ്രഹിക്കും. ആ വിഷയങ്ങൾ മാതാപിതാക്കൾ അറിയണമെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ സ്വകാര്യത എന്ന് പറയുന്നതിനെ ഭവനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ലിമിറ്റ് ചെയ്യണം. ആ ലിമിറ്റേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു, ശലോമോനാണ് യെരൂശലേം ദേവാലയം പണിതത്. പക്ഷേ യെരൂശലേം ദേവാലയത്തിൻ്റെ എല്ലാ സാധനങ്ങളും കൂട്ടി യോജിപ്പിച്ചത് ദാവീദാണ്. പക്ഷെ ദാവീദിന് യെരൂശലേം ദേവാലയം പണിയാൻ പറ്റിയില്ല. ഇതാണ് കുടുംബം. ലിജോഷ് പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ചെറിയ യോജിപ്പുണ്ട്. എന്തെന്നറിയോ? മാതാപിതാക്കൾ സമ്പാദിക്കുന്നുണ്ട്, അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലം അവർക്ക് തന്നെ അനുഭവിക്കാനുള്ളതല്ല, ഒരിക്കലല്ല. നമ്മൾ സമ്പാദിക്കുന്ന ഒന്നും നമുക്ക് അനുഭവിക്കാനുള്ളതല്ല, നമ്മുടെ തലമുറകൾക്കും കൂടെ അനുഭവിക്കാനുള്ളതാണ്. അത് കൃത്യസമയത്ത് വിനിയോജിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആ അഭിപ്രായത്തോട് യോജിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഈ വിഷയങ്ങളാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത്. 3 വിഷയങ്ങൾ വളരെ ആഴത്തിൽ വളരെ ഭംഗിയായി നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ നിന്നൊന്നും നമ്മൾ വ്യതിചലിച്ച് പോയിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അതേ റൂട്ടിൽ തന്നെയാണ്. ഒരു കുടുംബത്തിൽ കടന്നു വരാവുന്ന 3 തലങ്ങളാണ് നമ്മൾ സംസാരിച്ചു വെച്ചത്. ഒന്ന്, ടെക്നോളജിയുടെ ഉപയോഗത്തിൽ യുവതലമുറ മുന്നോട്ട് പോകുമ്പോൾ പഴയ തലമുറയെ മറന്നുകൊണ്ടുള്ള ജീവിതം. തല കുമ്പിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന സമയത്ത് ചുറ്റുംപുറമുള്ള മാതാപിതാക്കളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ സമയം കണ്ടെത്താത്ത ഒരു നിമിഷം, അത് തെറ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പിന്നെ മുന്നോട്ട് പോയ രണ്ടാമത്തെ ചിന്ത വിശ്വാസം എന്നതിനെ പറ്റിയായിരുന്നു. പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രതിഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ച്, പ്രതിഫലം എന്നതിനെ മനോഹരമായി നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ സത്യത്തെ ഉൾക്കൊണ്ട് പോകാൻ സാധിച്ച ദൈവസങ്കല്പവും ദൈവാശ്രയവും നമുക്ക് കൃത്യമായി കിട്ടുക തന്നെ ചെയ്യും. അതൊരു ഊർജ്ജമാണ് എന്നുള്ളത് സത്യമാണ്. വിശ്വാസം എന്നത് ജീവിക്കാനുള്ള ഊർജം തന്നെയാണ്. അതാണ് പരമപ്രധാനമായ സത്യം. ആ ഊർജത്തിന് കിട്ടുന്ന ദൈവിക കൃപയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്രതിഫലം. അവസാനത്തുമായ നമ്മുടെ ചിന്തകൾ, സ്വകാര്യത എല്ലാവർക്കും ആവശ്യമാണ്. അനാവശ്യമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് നല്ലത്. എന്നാൽ സാമ്പത്തികമായി അച്ചടക്കമില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്ന് കാണുന്ന കാഴ്ചപ്പാടിൽ മാതാപിതാക്കൾക്ക് അനുഭവ സംഭവത്തിൽ നിന്ന് ഇടപെടുന്നതിൽ തടസ്സമില്ല. അത് അവരുടെ സ്വകാര്യതയല്ല, അത് അവരുടെ എന്താ പറയുക, ഒരു വികൃതമാണ് അവരുടെ ജീവിതത്തിൻ്റെ. അത് കൃത്യമായി റൂട്ടിൽ കൊണ്ടുപോകുന്നതിന് യാതൊരു തടസ്സമില്ല. ഇത്ര ഭാഗമാണ് നമ്മളെല്ലാം പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഈ ഇന്നത്തെ നടന്ന ഈ ചർച്ചയുടെ ഒരു ഫീഡ്ബാക്ക് എഴുതാനായിട്ട് പുറമെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പേരൊന്നും എഴുതണ്ട. ഇത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നെന്നോ അല്ലെങ്കിൽ നന്നായെന്നോ അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നോ അല്ലെങ്കിൽ പല വിഷയങ്ങൾ ഇപ്പം എനിക്കറിയാം ഈ 3 വിഷയങ്ങളൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഇനിയും ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി ചിന്തിച്ചാൽ ഒത്തിരി വിഷയങ്ങൾ പങ്കുവെക്കാനുണ്ട്, ഒത്തിരി വിഷയങ്ങൾ. ആ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ബോർഡിൽ എഴുതാം. തുടർന്ന് വരുന്ന കാലങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഇതുപോലെയുള്ള ഒരു ഓപ്പൺ സംവാദങ്ങൾ ഉണ്ടാകാൻ ഇടയാകട്ടെ. ഇങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മ ഭംഗിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 4 പേര് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ 3-4 ദിവസം ഈ പള്ളിയിൽ 7 മണി മുതൽ 10 മണി വരെ കുത്തിപ്പിടിച്ചിരുന്നവരാണ്. ഈ പ്രായത്തിൽ മുതിർന്നവർ അവരുടെ സമയങ്ങൾ മാറ്റിവെച്ച് അവരുടെ തിരക്കുകൾ മാറ്റിവെച്ച് യൂത്തിൻ്റെ കൂടെ ചേർന്ന് നിന്ന് മനോഹരമായ വിഷയങ്ങൾ സംസാരിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷവും ഒത്തിരി നന്ദിയും ഒത്തിരി സ്നേഹവും ഉണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന 4 പേരും ഒത്തിരി തിരക്കുകളുള്ള ആളുകളാണ്. അവരുടെ തിരക്കുകൾക്കിടയിൽ ഇതിനുവേണ്ടി സമയം ചെലവഴിച്ചു, തോളോട് തോൾ ചേർന്ന് നിന്ന് ആശയങ്ങൾ പങ്കുവെച്ചു. എല്ലാവരെയും ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർത്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.